പിടിച്ചോ, ഇളവൻ പിടിച്ചോ. ഇത് പിടിച്ചോ. ആ പോട്ടെ. ഓരോന്നോരോന്നേർക്ക്. എന്റെ സെൻട്രൽ ഭഗവതി, ജയിൽ ഭഗവാനെ, പെട്ടെന്ന് എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചേക്കണേ. നല്ല മാനവ മര്യാദ ഉള്ള കേസുകൾ ഒത്തുകിട്ടണേ. വരട്ടേട്ടാ. വരാണ്ട് നോക്കടാ. അയ്യോ, കരുനാക്കൊണ്ടൊന്നും പറയല്ലേ. ഇതെന്ത് പോക്ക ഉണ്ണിക്കുട്ടാ, നീ ഇവിടെ ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല നിനക്ക് അറിഞ്ഞൂടെ? ഞാനിപ്പോ തന്നെ ഇങ്ങോട്ട് വരില്ലേ? കുറച്ചു ദിവസം വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോ നമ്മള് പുറത്തൊക്കെ ഇറങ്ങിട്ട് വരൂലേ? അങ്ങനെ കണ്ടാ മതി. ഇനി വരുമ്പോഴേ എങ്ങനെയാലും ഒരു ജീവപര്യന്തം സംഘടിപ്പിച്ചോണ്ട് വരണം. അതാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്ത് പോകണ്ടല്ലോ. ബലാത്സംഗം കൊലപാതകമൊന്നും ഞാൻ ഏറ്റെടുക്കില്ല. താല്പര്യമില്ല. മിടുക്കൻ. ബലാത്സംഗം വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം, നീ ഏറ്റെടുത്താ മതി. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടാ. പോടോ. നിനക്കൊക്കെ എന്തിന്റെ കേടാ? അവൻ കുറച്ചാളെങ്കിലും ശുദ്ധമായി ശ്വസിക്കട്ടെ. പിന്നെ ഇവിടുത്തെ വായുവിന് എന്തോ കുഴപ്പം? ഇവിടുത്തെ ബെസ്റ്റ് വായു അല്ലേ? ബെസ്റ്റ് ഹൈഡ്രജൻ. സംസാരിച്ചേണ്ട സാധനങ്ങൾക്ക് ഞാനിവിടെ സഹായിക്കാം. അങ്ങനെ നല്ല കാര്യം പറ. ഞാനില്ലാന്ന് വിചാരിച്ച കിച്ചണിലാരും ഉഴപ്പരുതിട്ടോ. എല്ലാം നേരവണ്ണം ഉണ്ടാക്കി കൊടുക്കണം. ഓ, പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുതേ. അമ്മയ്ക്ക് കുഴമ്പ് കഷായല്ലേ? എല്ലാം ഓർമ്മയുണ്ട്. കറക്റ്റായിട്ട് എത്തിച്ചാ പറയാം. അതല്ല, തള്ളക്ക് പെൻഷൻ വന്നു. വന്നെങ്കിൽ അതിങ്ങ് വാങ്ങിച്ചോണ്ട് പറഞ്ഞേ. ഓക്കെ. ഈ കൊലയൊക്കെ ഇറക്കുമ്പോഴേ കാണുന്നുള്ളൂ. ഇതേവരെയായിട്ടൊരു പഴംപൊരി പോലും കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഏത് കോട്ടയത്തിലേക്കാണോ പോകുന്നത്? സാറുമാര് കേക്കണ്ടട്ടാ. ഇത് കണ്ടുപിടിക്കാൻ കഴിയുന്നെങ്കിൽ നമ്മൾ പോലീസാണ്. നിങ്ങൾ രണ്ടാളൂടി ചാക്കുകളൊക്കെ എടുത്ത് വെച്ചേ. അത് ശരിയാ. അത് ശരിയാണല്ലോ. ചിരിച്ചോണ്ട് കഥ പഴക്കൊല്ലം ഇങ്ങോട്ട് തന്നെ. എനിക്ക് പോയിട്ട് വേഗം വരണ്ടാണ്. നിക്കാഹിന് പോകുന്ന കാര്യം മറക്കല്ലേ. മറക്കേ? നല്ല കാര്യേ. കാതിർക്കയുടെ പേരിൽ ഞാൻ അവൾക്കൊരു സമ്മാനവും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പടച്ചോൻ കാക്കട്ടെ നിന്നെ. കൊച്ചിനെ ആട്ടുന്ന പോലെ അല്ലേ? നല്ല സാറേ, വളരെ ഉപകാരം. സസ്പെൻഷൻ പിൻവലിച്ചു. അതിപ്പോ ഐശ്വര്യമായിട്ട് ഡ്യൂട്ടിക്ക് കയറാൻ പോവാ. ഓ ശരി, ഞാൻ വന്ന് കണ്ടോളാം. ആ ശരി. ഇവനെ ഇന്ന് ഞാൻ അയ്യോ, സാറ് വീണ്. മൂക്കിന്ന് കാറ്റ് വരുന്നുണ്ട്. ഇപ്പോഴല്ലേ ഏത്തക്കാ പോകുന്ന വഴി മനസ്സിലായത്. ശരിയാണ്. പിടി. അഥവാ വടിയാകുകയാണെങ്കിൽ അന്ന് നമുക്ക് അവധി കാണൂടാ. പൊക്കോ, അല്ലെങ്കിൽ പച്ചക്കറിയുടെ കാശിങ് കൊടുക്കേണ്ടി വരും. പാവം, സസ്പെൻഷൻ കഴിഞ്ഞപ്പോ സിക്ക് ലീവായി. ഇവിടുത്തെ ആളുകളൊക്കെ ഒരു പണിക്കും പോണ്ട് ഇങ്ങനെ കറങ്ങിയെടുക്കാം. ഇവർക്കൊക്കെ ജയിലിൽ വന്ന് കിടന്നൂടെ? എന്നിട്ട് എന്തിനാ? നമുക്കൊരു ഉഷാറായനെ. എത്തിയോ? എത്ര നാളുണ്ടാവും ഇവിടെ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ബോറടിക്കുമ്പോ പോവും. താക്കോല് അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ രമണിയുടെ വീട്ടിലൊച്ചങ്ങനെ മറന്നോ? ആകെ പൊടിയും വലയും പിടിച്ച് കിടക്കുകയായിരിക്കും. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടുകൂടായിരുന്നു. ഇല്ല, എനിക്ക് അതല്ലയോ പണി. ഈ പൊടി മുഴുവൻ അടിച്ചു വരട്ട് ഉണങ്ങി ഇതിനകത്ത് കിടക്കാൻ. നിനക്ക് ആ വീട് നന്നാക്കിട്ട് അവിടെ താമസിച്ചൂടെ? അതിന് എന്റെ കയ്യിൽ എവിടെ നിന്നാ കാശ്? എനിക്ക് വല്ലപ്പോഴും കയറി കിടക്കാൻ അച്ഛൻ ഉണ്ടാക്കിയ കടയില്ലേ? ഇതിലും ഭേദം ജയിലിൽ കിടക്കുന്നതാ ഒരു കട. എനിക്കതാ ഇഷ്ടം. എടുത്താ. അയ്യോ, അച്ഛനമ്മേനും ചെതലായിരിക്കണം. ഭാഗ്യം തല പോയിട്ടില്ല. എടുക്ക. ഇതേതെങ്കിലും സ്റ്റുഡിയോ കൊടുത്ത് ലാമിനേറ്റ് ചെയ്യില്ലേ? അല്ലെങ്കിൽ വീണ്ടും ചെതലുകൾ. ഈ ചെതലിനോടൊക്കെ ഞാനെന്ത് ദ്രോഹം ചെയ്തിട്ടാ? നീ ഇങ്ങനെ വല്ലവരും ചെയ്യുന്ന കേസുകൾ ഏറ്റെടുത്ത് ജയിലിൽ പോയി കിടന്നാ ഇതെല്ലാം ചെതലെടുത്ത് നശിക്കത്തേ ഉള്ളൂ. നീ ഈ കടയിൽ എന്തെങ്കിലും കച്ചവടം ചെയ്ത് മര്യാദക്ക് ഇവിടെ ജീവിക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട സേവിയറേട്ടാ. ഇവന് പ്രാന്താന്ന് എല്ലാരും പറയുന്നേ. ശരിയല്ലേ? കുട്ടിക്കാലം മുതലേ ഇവന്റെ മനസ്സിൽ ഒരു സെൻട്രൽ ജയിൽ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ആ സാധനം ഇവന്റെ തലേന്ന് പോയാലും ഇവൻ നേരെയാവുള്ളൂ. ഇവിടെ എനിക്ക് ആരുമില്ലാന്ന് തോന്നുമ്പോഴാ ഞാൻ അച്ഛനും അമ്മ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോണത്. അയ്യോ, അതേടോ സേവരേട്ട തന്നെ ഇന്നു മുതൽ ഞാൻ അച്ഛൻ വിളിച്ചോട്ടെ. അത് വേണ്ട, അല്ലെങ്കിൽ എന്റെ ഭാര്യക്ക് എന്നെ ഭയങ്കര സംശയമാണ്. ബ്ലൗസിന്റെ അളവെടുക്കാൻ വന്നപ്പോ കെട്ടിയതല്ലേ, ആ സംശയം എപ്പോഴും ഉണ്ടാവും. നിനക്ക് എപ്പോഴും ഇങ്ങനെ ജയിലിൽ പോണം എന്നുള്ള ചിന്ത വരാതിരിക്കാനേ ഞാനേ നിനക്കൊരു വിദ്യ പറഞ്ഞു തരാം. നീ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉടനെ കണ്ടെത്തണം. എന്നിട്ട് അവളെ വിവാഹം കഴിക്കണം. അപ്പോ എനിക്ക് ആരുമില്ലേ എന്ന തോന്നലങ്ങ് മാറിക്കിട്ടും. അതെങ്ങനെയാ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർക്ക് വല്ല ചിന്തയുണ്ടോ? കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കണ ഈ മകന് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു തരാതെ രണ്ട് പടായി പോയില്ലേ? ഇവർക്ക് ദേവലോകത്തുനിന്ന് പാതാളത്തിൽ നിന്ന് എവിടെന്നെങ്കിലും എനിക്കൊരു മൂദേവിയെ കണ്ടുപിടിച്ച് തന്നൂടെ? മൂദേവി എന്നെ വേണോ? എന്നാ വേണ്ട, ശ്രീദേവി ആയിക്കോട്ടെ.
പറഞ്ഞപ്പോ തന്നെ കാണിച്ചു തന്നാ. എന്താടാ ഒറ്റയ്ക്കിരുന്ന് വെറുതെ ശരിക്കും നിനക്ക് ഭ്രാന്തായ? ഇപ്പൊ കൊണ്ടുപോയി നടത്തിക്കൊണ്ട് പോ. സേവരേട്ടാ!